हिंदी साहित्य के इतिहास को जानने परखने के इस सिलसिले में आप सबका एक बार फिर हार्दिक स्वागत है। देखिए, हिंदी साहित्य का इतिहास करीब 1000 वर्ष पुराना है। अध्ययन की सुविधा के लिए विद्वानों ने इस 1000 वर्ष के लंबे इतिहास को 4 खंडों में विभक्त किया है। जैसे हमने हिंदी साहित्य के इतिहास से जुड़े अन्य वीडियो में मेंशन किया है कि आदिकाल, भक्तिकाल, रीतिकाल, आधुनिक काल, इस प्रकार का काल विभाजन ब्रॉडली हिंदी साहित्य के इतिहास के लिए किया गया है। और आदिकाल को लेकर हम इस यूनिट में चर्चा कर रहे हैं। ये जो विभाजन है अध्ययन की सुविधा के लिए किया गया था। विद्वानों में इस विभाजन और नामकरण को लेकर काफ़ी मतभेद रहा और आज हम नामकरण से संबंधित मतभेद पर चर्चा करेंगे। इस काल का नामकरण प्रारंभिक काल മിശ്രബന്ധുओं ने अपने ग्रंथ മിശ്രബന്ധു വിനോദ് में किया। മിശ്രബന്ധു ഞാൻ നേരത്തെ പറഞ്ഞു 3 ആൾക്കാരാണ്. അവർ ഒരുമിച്ചാണ് മിശ്രബന്ധു വിനോദ് എന്ന ആ ഒരു ഗ്രന്ഥം രചിച്ചത്. അവർ ഈ ഒരു കാലഘട്ടത്തിനെ प्रारंभिक काल എന്നാണ് പേരിട്ടത്. लेकिन आचार्य रामचंद्र शुक्ल जी ने हिंदी साहित्य के इतिहास नामक अपने श्रेष्ठ ग्रंथ में इसे क्या नाम दिया? വീർഗാഥാ കാൽ നാം ദിയ. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ ഈ ഒരു ഗ്രന്ഥം വളരെ ഫേമസ് ആയിരുന്നു. മറ്റ് ഇതിഹാസ ഗ്രന്ഥത്തെക്കാളും സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ഈ ഗ്രന്ഥം, ആചാര്യ രാമചന്ദ്ര ശുക്ലജിയുടെ ഗ്രന്ഥം വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിനെ വീർഗാഥാ കാൽ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരൊറ്റ കാലഘട്ടം, ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ ഈ വർഷങ്ങൾ പല വിദ്വാൻമാരും പല പേരുകളാണ് ഈ ഒരു കാലഘട്ടത്തിനെ ഇട്ടത്. ജैसे मिश्रबंधुओं ने प्रारंभिक काल नाम दिया, रामचंद्र शुक्ल जी ने वीरगाथा काल, जॉर्ज ग्रियर्सन ने चारण काल, राहुल सांकृत्याय ने सिद्ध सामंत काल, डॉक्टर रामकुमार वर्मा जी ने संधि काल, महावीर प्रसाद द्विवेदी जी ने बीज वपन काल और डॉक्टर हजारी प्रसाद द्विवेदी जी ने आदि काल नाम दिया। मज़े की बात यह है कि 1050 to 1375 के इस काल के लिए ये जितने भी नामकरण अलग अलग विद्वानों ने किए, उनका अपना अपना तर्क भी रहा. ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡിൻ്റെ പേരിടിയിൽ ഒരു വലിയ ചർച്ചാ വിഷയം ആയിരുന്നു. ഓരോ വിദ്വാൻമാർക്കും ഓരോ റീസണും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവർ ആ കാലഘട്ടത്തിനെ ആ പേര് ഇട്ടു. നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഈ യൂണിറ്റ് ആ ഒരു ഒറ്റ കാര്യമാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾക്ക് ഈ പേരുകൾ എന്തുകൊണ്ട് ആ വിദ്വാൻമാർ ഈ കാലഘട്ടത്തിനെ ഈ പേരിട്ടു അതിനെപ്പറ്റി ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. मिश्रबंधुओं ने प्रारंभिक काल नाम दिया. यह एक सामान्य नाम है और इसमें किसी साहित्यिक प्रवृत्ति को आधार नहीं बनाया गया है. प्रारंभिक काल എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് യുഗ്, സ്റ്റാർട്ടിംഗ് ഏജ് എന്നേ അത് പ്രതിപാദിക്കുന്നുള്ളൂ. അപ്പം മിശ്രബന്ധു, അവരുടെ മിശ്രബന്ധു വിനോദ് എന്ന ഗ്രന്ഥത്തിൽ പ്രാരംഭിക് കാലാണ് പേരിട്ടത്. നോക്കൂ, ഇത് എല്ലാ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കുള്ള ക്ലാസ് ആണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ ഒരു പേപ്പർ ഷുവറായിട്ട് കാണും. BA ഹിന്ദി പഠിക്കുന്നവർക്ക്, PG കാർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് നിരന്തരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് നിങ്ങളുടെ മനസ്സിൽ പതിയും. മിശ്രബന്ധു എഴുതിയ രചനയുടെ പേരാണ് മിശ്രബന്ധു വിനോദ്. അവർ പേരിട്ടത് പ്രാരംഭിക് കാലാണ്. ഒരു യുഗത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു ആരംഭം എന്ന രീതിയിലാണ് ആ പേര് പ്രാരംഭിക് കാലിന് അവർ ഇട്ടത്. നെക്സ്റ്റ്, ആചാര്യ രാമചന്ദ്ര ശുക്ല ആ കാലഘട്ടത്തിനെ വീർഗാഥാ കാൽ എന്നാണ് പേര് ഇട്ടത്. तो उस काल में वीरगाथात्मक काव्यों की प्रचुरता था और उसको मन में रखकर वीरगाथा काल नामकरण रामचंद्र शुक्ल जी ने किया. ആ ഒരു കാലഘട്ടത്തിൽ റാസോ കാവ്യം എന്ന് പറഞ്ഞൊരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് റാസോ കാവ്യകളുണ്ടായിരുന്നു. ലൈക്ക് പൃഥ്വിരാജ് റാസോ, കുമാൻ റാസോ, ബീസൽദേവ് റാസോ. അതെല്ലാം രാജാക്കന്മാരുടെ ശൗര്യവും വീര്യവും ഒക്കെ വർണ്ണിക്കുന്ന വീരരസം ഉള്ള കാവ്യങ്ങളായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല ആ കാലഘട്ടത്തിനെ തന്നെ ആ ഒരു പ്രത്യേക പ്രവൃത്തി അതിൻ്റെ ബേസിസിൽ എന്താണ് പേരിട്ടത്? വീർഗാഥാ കാൽ. स्वाभाविक रूप से रामचंद्र शुक्ल जी ने उस हिसाब से उस काल का नामकरण वीरगाथा काल किया. മൂന്നാമത്തേത്
ജോർജ് ഗ്രിയർसन ने मॉडर्न वर्नाकुलर लिटरेचर ऑफ हिंदुस्तान अदाണ് ജോർജ് ഗ്രിയർസന്റെ ഗ്രന്ഥ് उसमें उन्होंने इस काल को चारण काल नाम दिया. ഡോക്ടർ രാംകുമാർ വർമ്മയും ഈ യുഗത്തിനെ चारण काल എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരുമുണ്ട്. तो यह नाम चारण वर्ग विशेष को मन में रखकर किया गया था. ये चारण जो है राजस्थान, सिंध, गुजरात की एक जाति विशेष है. उन दिनों शाही दरबारों में ये चारण രാജകവി का पद ग्रहण करते थे. ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പ്രത്യേക കാറ്റഗറി ആൾക്കാരുടെ പേര് തന്നെയായിരുന്നു ചാരൺ. അവർ രാജാക്കന്മാരുടെ അവിടെ രാജകവിയായിട്ട് നിൽക്കുകയും ഒരുപാട് കാവ്യങ്ങൾ രചിക്കുകയും ചെയ്തു. അങ്ങനെ ചാരൺ വിശേഷ വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ രചനകൾ കൂടുതലുള്ളത് കാരണം ജോർജ് ഗ്രിയർसन ने उस काल का नाम चारण काल रखा. അടുത്തത് രാഹുൽ സാങ്കൃത്യായൻ. അദ്ദേഹം സിദ്ധ സാമന്ത് കാൽ എന്നാണ് ഈ യുഗത്തിനെ പേരിട്ടത്. उन्होंने विषय वस्तु की दृष्टि से इस युग को सिद्ध सामंत युग नामकरण किया. विषय वस्तु എന്ന് പറയുമ്പോൾ സിദ്ധോं का संबंध बौद्ध धर्म से है. ബുദ്ധമതത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു സിദ്ധനാഥ്. ഇങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നു. അതിൽ പല ഫേമസ് പോയറ്റ്സ് ഉണ്ടായിരുന്നു. സർഹപ്പ, ശബരപ്പ, ലൂയിപ്പ, അങ്ങനെ. നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഞാനിത് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന രീതിയിലാണ് പറയുന്നതേ ഉള്ളൂ. वे सिद्ध स्वयं रचनाकार थे और സാമന്ത് രചനാ പ്രേരക് थे. സാമന്ത് എന്ന് പറയുമ്പോൾ വലിയ മുതലാളികളാണ്, ജന്മികളാണ്. അപ്പോൾ സിദ്ധന്മാർ കാവ്യം രചിക്കുമായിരുന്നു. അത് രചിക്കാനുള്ള പ്രേരണ ഈ സാമന്തുകൾ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ യുഗത്തിൻ്റെ പേര് സിദ്ധ സാമന്ത് കാലെന്ന് രാഹുൽ സാങ്കൃത്യായൻ പേരിട്ടു. इसी कारण इस काल को सिद्ध सामंत काल नाम दिया गया. राहुल सांकृत्यायन ने दो वर्गों की बातों को मन में रखकर उस काल को सिद्ध सामंत काल नाम दिया. ക്ലിയർ ആയല്ലോ. സിദ്ധ കാറ്റഗറിയിലുള്ള ബൗദ്ധ കവികളായിരുന്നു അവർ. വലിയ തോതിൽ അവർ സാമന്തുകളെ പുകഴ്ത്തി കാവ്യം എഴുതുമായിരുന്നു. നെക്സ്റ്റ് സന്ധികാൽ. സന്ധികാൽ നാമകरण ഡോക്ടർ രാംകുമാർ വർമ്മ ने किया. രാംകുമാർ വർമ്മനെ ചാരൺകാലും സന്ധികാലും ഇത് രണ്ടും രാംകുമാർ വർമ്മ ഈ യുഗത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. സന്ധി യാനി ദോ ഭാഷാവും കി സന്ധി. സന്ധി എന്ന് വെച്ചാൽ യോജിക്കുന്നത്, ഒരു ജോയിൻറ്റ്. ഇവിടെ രണ്ട് ഭാഷകളുടെ സന്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അപഭ്രംശ് ഭാഷ കെ അന്ത് ഓർ ഹിന്ദി ഭാഷ കെ ആരംഭ് കി സ്ഥിതി. അപ്പോൾ ഇത് ഏറ്റവും രസകരമായ കാര്യം, നിങ്ങൾ പഠിക്കുന്നത് ഹിന്ദി സാഹിത്യ ഇതിഹാസമാണെങ്കിലും 1050 to 1375 ഈ കാലഘട്ടത്തിൽ ആക്ച്വലി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർ ഹിന്ദി അല്ല. അന്ന് അത് അപഭ്രംശ്, അവഹട്ട്, അങ്ങനെ പല പരിണാമങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഹിന്ദി ആയി വന്നത്. ഈവൻ ഈ യുഗ് കഴിഞ്ഞ് ഭക്തികാലിലും പ്രോപ്പർ ഹിന്ദി അല്ലായിരുന്നു. ബ്രജ്, മൈഥിലി, അവധി, ഭോജ്, അങ്ങനെ പല ലാംഗ്വേജസിൽ ചെറിയൊരു ഡയലക്ട്സിൽ, ബോലി എന്ന് പറയും, ഡയലക്ട്സിലും ഒക്കെ കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. പിന്നീടാണ് അത് പരിഷ്കരിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഹിന്ദിയിൽ വന്ന് നിന്നത്. उसके बाद आता है महावीर प्रसाद द्विवेदी जी का नामकरण बीज वपन काल. उनका मत था कि हिंदी भाषा के साहित्य के विकास का बीज इसी युग में बोया गया था. इसी कारण उन्होंने इस काल को बीज वपन काल नाम देना उचित समझा. അപ്പോൾ ഈ ഒരു ഹിന്ദി ഭാഷയുടെ സാഹിത്യത്തിൻ്റെ ആ ഒരു തുടക്കം, അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ വിത്തുകൾ പാകപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നും പറഞ്ഞാണ് മഹാവീർ പ്രസാദ് ദ്വിവേദി ഈ ഒരു യുഗത്തിനെ ബീജ് വപൻ കാലിന് പേരിട്ടത്. भाषा की दृष्टि से भले ही यह बीज वपन का हो, लेकिन साहित्यिक प्रवृत्ति की दृष्टि से स्थिति ऐसी नहीं थी. इस नाम से यह आभास होता है कि उस समय साहित्यिक प्रवृत्तियाँ शैशव में थी, जबकि ऐसा नहीं है. आचार्य हजारी प्रसाद द्विवेदी जी ने इस काल का नामकरण आदिकाल किया और सबसे अधिक फेमस भी यही नाम हुआ. वैसे इन सभी नामों में आदिकाल को सबसे अधिक मान्यता मिली. आदिकाल के स्वरूप को बांधना या जानना उतना सहज नहीं है, क्योंकि यह वह कालखंड है जिसमें कई परस्पर विरोधी प्रवृत्तियां सामने आई. क्योंकि यह वह कालखंड है ജിസ്മേ കൈ പരസ്പർ വിരോധി പ്രവൃത്തിയാ സാമനെയായി. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഇത് ഡിസ്കസ് ചെയ്തു, ആദികാലിൻ്റെ സാമാജിക് രാജനീതിക് പരിസ്ഥിതി എന്തായിരുന്നെന്നും. എപ്പോഴും കണക്ട് ചെയ്ത് പഠിച്ചാലേ ഹിസ്റ്ററി ആ കറക്റ്റ് ഓർഡറിൽ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാലഖണ്ഡ്, ഈ ഒരു ആദ്യത്തെ യുഗ്
അതിൻ്റെ നെയിമിങ്, അതിൻ്റെ ആ ഒരു പേരിടിയിൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം രാജ്നീതിക് ദൃഷ്ടി സെ ഉസ് സമയ ക്യാ ഥാ, ഉഥൽ പുഥൽ ഥാ. നമ്മൾ മെൻഷൻ ചെയ്തു, എപ്പോഴും യുദ്ധം, ഹമേഷ യുദ്ധ का एक वातावरण रहा करता था. विदेशी आक्रमण का भय था. दो संस्कृतियों के मिलन का समय था, यानी कि हिंदू संस्कृति और मुस्लिम संस्कृति. और साहित्य में श्रृंगार, भक्ति, वीर, रस की व्याप्ति थी. और രസ് നോക്കുകയാണെങ്കിൽ കാവ്യത്തിൽ ശൃംഗാരം ഉണ്ടായിരുന്നു, ഭക്തി, വീര എല്ലാം കാണപ്പെട്ടു. അപ്പോൾ ഇത്രയും വൈവിധ്യം ഉള്ള ഒരു ഇതിൽ ഒരു പേരിടിയിൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യം അല്ല. ഓരോ വിദ്വാൻമാരും അവരവരുടെ രീതിയിൽ അതിന് പേരിട്ടു. इस प्रकार आदिकाल का यह काल सभी प्रवृत्तियों के निर्माण विकास का काल था. संक्षेप में हम कह सकते हैं कि आदिकालीन साहित्य के नामकरण भिन्न भिन्न प्रस्तावित हुए, किंतु समय सीमा में विशेष अंतर नहीं दिखाई देता. वैसे भी सर्वाधिक स्वीकृत नाम कौन सा रहा? आदिकाल ही रहा, जो डॉक्टर हजारी प्रसाद द्विवेदी जी ने दिया. ओके, तो अगले यूनिट में हम आदिकाल से संबंधित और रोचक बातें जानेंगे. जुड़े रहिए, मस्त रहिए.